പാകിസ്ഥാനെ കൈവശമുള്ള വിംഗ് കമാൻഡർ അഭിനന്ദനെ വിട്ടുകിട്ടാൻ സമ്മർദ്ദം ശക്തമാക്കി ഇന്ത്യ. അഭിനന്ദനെ ഉടൻ മടക്കിക്കൊണ്ടുവരുമെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. അതിർത്തി ശാന്തമാകുന്ന ഘട്ടത്തിൽ പൈലറ്റിനെ ഇന്ത്യക്ക് കൈമാറുന്ന കാര്യം പരിഗണിക്കുമെന്നാണ് പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി FM ഖുറേഷിയുടെ മറുപടി. സുരക്ഷാ കാര്യങ്ങൾക്കുള്ള കേന്ദ്ര മന്ത്രിസഭാ ഉപസമിതി 6:30ക്കും മന്ത്രിസഭ 7 മണിക്കും ചേരും. ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കണമെന്ന് അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾ ആവശ്യപ്പെട്ടു. ഇരു രാജ്യങ്ങളും സൈനിക നടപടികൾ നിർത്തിവെക്കണമെന്ന് അമേരിക്ക ആവശ്യപ്പെട്ടു. ഇതിനിടെ അതിർത്തിയിൽ വീണ്ടും പാകിസ്ഥാൻ പ്രകോപനം ആരംഭിച്ചു. അതിർത്തി കടന്ന് ആക്രമിക്കാനുള്ള ശ്രമങ്ങൾക്ക് ഇന്ത്യ ശക്തമായ മറുപടി നൽകി. ഇന്ത്യയുടെ നയതന്ത്ര നീക്കങ്ങളുടെ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ, ന്യൂസ് ഡെസ്കിൽ നിന്ന് TJ ശ്രീലാലും ചേരുന്നു. ആദ്യം ഡൽഹിയിൽ നിന്ന് ഉണ്ണി, സുരക്ഷാ യോഗങ്ങളുടെ തിരക്കിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അതിർത്തിയിൽ പക്ഷേ സംഘർഷാവസ്ഥ തരുമ്പും കുറഞ്ഞിട്ടുമില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തെല്ലാമാണിപ്പോൾ? അപർണ, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട പാകിസ്ഥാന്റെ പക്കലുള്ള ഇന്ത്യൻ പൈലറ്റ് അഭിനന്ദൻ തിരിച്ചുകൊണ്ടുവരിക എന്നത് സംബന്ധിച്ച് തന്നെയാണ്. അഭിനന്ദൻ വർത്തമാനെ തിരിച്ചുകൊണ്ടുവരുന്നത് സംബന്ധിച്ച് ഇതിനകം തന്നെ ഇന്ത്യ പാകിസ്ഥാനെ നയതന്ത്ര തലത്തിൽ വലിയ സമ്മർദ്ദം ചെലുത്തുകയും ഈ ആവശ്യം ഔദ്യോഗികമായി തന്നെ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ പാക് ഉപസ്ഥാനപതിയെ വിളിച്ചു വരുത്തി ഇക്കാര്യം നേരിട്ട് ആവശ്യപ്പെട്ടു. പാകിസ്ഥാനിലെ ഇന്ത്യൻ സ്ഥാനപതി പാക് വിദേശകാര്യ മന്ത്രാലയത്തോട് ഔദ്യോഗികമായി തന്നെ ഇക്കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് രേഖാമൂലം അതിലെ അറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഇതുവരെയും ഒരു അനുകൂല പ്രതികരണം ഉണ്ടായിട്ടില്ല. പാക് വിദേശകാര്യമന്ത്രി SM ഖുറേഷി പറഞ്ഞിരിക്കുന്നത് നിലവിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തർക്കങ്ങൾ അവസാനിക്കുന്ന ഘട്ടത്തിൽ അഭിനന്ദനെ വിട്ടു നൽകാം എന്നുള്ളതാണ്. എന്നാൽ ഇന്ത്യ ഇന്നലെ തന്നെ വിട്ടു നൽകണമെന്ന ആവശ്യം ഉന്നയിച്ചിട്ടും പാകിസ്ഥാൻ അനുകൂലമായല്ല അതിനോട് പ്രതികരിച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഏത് തരത്തിലുള്ള നയതന്ത്ര നീക്കം ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയേണ്ടത്. ഉന്നത സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന സൂചനകൾ പ്രകാരം അഭിനന്ദനെ തിരിച്ചുകൊണ്ടുവരാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുകയാണ്. അക്കാര്യത്തിൽ ഉടനടി ഒരു അനുകൂല തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇന്ത്യ പ്രതീക്ഷിക്കുന്നത്. ഇക്കാര്യത്തിൽ വിവിധ അന്താരാഷ്ട്ര ചട്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ പാകിസ്ഥാനും കൃത്യമായ ബാധ്യതയുണ്ട് അഭിനന്ദനെ തിരിച്ചു നൽകുന്നതിനായി. അതിന് കൃത്യമായ സമയപരിധി ഇല്ല എന്നുള്ളതാണ് ഒരു വിഷയം. നേരത്തെ കാർഗിൽ യുദ്ധസമയത്ത് ഇന്ത്യൻ പൈലറ്റ് പിടിയിലായപ്പോൾ 8 ദിവസത്തെ സാവകാശത്തിന് ശേഷമാണ് പാകിസ്ഥാൻ വിട്ടയച്ചിരുന്നത്. അത്തരത്തിലുള്ള കാലതാമസവും പ്രകോപനവും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നവരുമുണ്ട്. രണ്ട് തരത്തിലാണ് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ പാകിസ്ഥാൻ ഉപയോഗിക്കുമെന്ന് നയതന്ത്ര കേന്ദ്രങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഒന്ന്, പാകിസ്ഥാനെതിരെ ആഗോളതലത്തിലടക്കം ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യമെന്ന വലിയ വിമർശനം ഉയരുമ്പോൾ ആ ഒരു വിമർശനത്തിൽ നിന്നും മറികടക്കാനും അനുകൂലമായ ഒരു പ്രതിച്ഛായ ഉണ്ടാക്കാനുമായി പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ എത്രയും പെട്ടെന്ന് അഭിനന്ദനെ ഇന്ത്യക്ക് വിട്ടുകൊണ്ട് ചർച്ചയ്ക്ക് ഇന്ത്യയെ ക്ഷണിക്കുക എന്നതാണ് ഒരു സാധ്യതയായി പറഞ്ഞു കേൾക്കുന്നത്. മറ്റൊന്ന്, ഇന്ത്യയുടെ തിരിച്ചടികൾ ഭയന്നുകൊണ്ട് അതിന് തൽക്കാലത്തേക്കെങ്കിലും തടയിടുന്നതിന് വേണ്ടി അഭിനന്ദനെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു വിലപേശൽ നടത്തുക എന്നതാണ് പാകിസ്ഥാന് മുന്നിലുള്ള മറ്റൊരു വഴി. പാക് വിദേശകാര്യമന്ത്രിയുടെ ആദ്യ പ്രതികരണത്തിൽ നിന്നും ഇതിൽ രണ്ടാമത്തെ വഴി പാകിസ്ഥാൻ തിരഞ്ഞെടുക്കാൻ സാധ്യതയുണ്ടെന്ന സൂചനയാണ് ലഭിക്കുന്നത്. അതേസമയം ഇന്ന് വൈകിട്ട് 6:30 കേന്ദ്ര മന്ത്രിസഭയുടെ സുരക്ഷാ കാര്യങ്ങൾക്കുള്ള സമിതി പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേരും. ഈ സമിതി യോഗത്തിൽ പ്രതിരോധ മന്ത്രി, ആഭ്യന്തരമന്ത്രി, വിദേശകാര്യമന്ത്രി എന്നിവർ പങ്കെടുക്കും. ഈ യോഗത്തിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് നിലവിൽ അതിർത്തിയിലുള്ള സാഹചര്യങ്ങളും അഭിനന്ദനെ വിട്ടുകിട്ടുന്നതിനായുള്ള നടപടികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ യോഗം വളരെ പ്രധാനപ്പെട്ടതാണ്. അതോടൊപ്പം തന്നെ 7 മണിക്ക് കേന്ദ്ര മന്ത്രിസഭാ യോഗവും ചേരുന്നുണ്ട്. ഇത്തരത്തിൽ പലതരങ്ങളിലുള്ള കൂടിയാലോചനകൾ നടക്കുന്നു. രണ്ട് തരത്തിലുള്ള സാധ്യതകളും ഇന്ത്യ പരിഗണനയിലുണ്ട്. ഒന്ന്, സൈനികമായി പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും പ്രകോപനമുണ്ടായാൽ അതിന് തിരിച്ചടി നൽകുക എന്ന കാര്യം. മറ്റൊന്ന്, നയതന്ത്ര തലത്തിലുള്ള സമ്മർദ്ദം. ഇന്നലെ പാകിസ്ഥാന് ഇന്ത്യ നൽകിയ കൃത്യമായ അറിയിപ്പിൽ പറഞ്ഞിരിക്കുന്നത് പാകിസ്ഥാൻ ഇന്ത്യയുടെ വ്യോമ പരിധി മറികടന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ തിരിച്ചടിക്കാനുള്ള അവകാശം ഇന്ത്യക്കുണ്ട് എന്നുള്ളതാണ്. അത്തരത്തിലുള്ള നടപടികളിലേക്ക് അടിയന്തരമായി കടക്കുമോ ഇന്ത്യ എന്ന കാര്യവും കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. അപർണ, ഉണ്ണി, അതോടൊപ്പം തന്നെ അതിർത്തിയിലെ സ്ഥിതി ഏത് രീതിയിലാണ്? രാവിലെ 6 മുതൽ പാകിസ്ഥാൻ വെടിവെപ്പ് തുടരുന്നു, ഇന്ത്യൻ സൈന്യം തിരിച്ചടിക്കുന്നു. അതിർത്തിയിൽ സ്ഥിതിഗതികൾ ഭേദമാകുന്നില്ല. കൂടുതൽ ജാഗ്രതാ നിർദ്ദേശത്തിലേക്ക് കടക്കണമെന്നുള്ള സ്ഥിതിയിലേക്കാണോ നീങ്ങുന്നതും? തീർച്ചയായും അതിർത്തിയിൽ പാകിസ്ഥാന്റെ പ്രകോപനം തുടരുക തന്നെയാണ്. ഇന്ന് പൂഞ്ച് സെക്ടറിലും കൃഷ്ണഘാട്ടി സെക്ടറിലും പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് മണിക്കൂറുകളോളം നീണ്ട വെടിനിർത്തൽ കരാർ ലംഘനം ഉണ്ടായിട്ടുണ്ട്. കൃഷ്ണഘാട്ടിയിൽ ഇന്ത്യ തിരിച്ചടിച്ചതിനെ തുടർന്ന് 1 മണിക്കൂറിന് ശേഷം പാകിസ്ഥാന് ഈ വെടിവയ്പ് നിർത്തേണ്ട ഒരു സാഹചര്യമാണ് വന്നത്. ഇന്ത്യയിലെ 5 പേർക്ക് പരിക്കേറ്റതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഗ്രാമവാസികളെ അടക്കം ഷെല്ലാക്രമണത്തിലൂടെ വലിയ പ്രതിസന്ധിയിലാക്കാനുള്ള ശ്രമവും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നു. ഇന്ത്യ ആകട്ടെ ഈ പാകിസ്ഥാന്റെ വെടിനിർത്തൽ കരാർ ലംഘനത്തിന് കൃത്യമായി തിരിച്ചടി നൽകുന്നുണ്ട് എന്നാണ് അതിർത്തിയിൽ നിന്നും പുറത്തുവരുന്ന
വരുന്ന റിപ്പോർട്ടുകൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള നാശനഷ്ടങ്ങളെ സംബന്ധിച്ചുള്ള ഔദ്യോഗികമായ കണക്കുകൾ പുറത്തു വന്നിട്ടില്ല. അപ്പോഴും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് മറ്റൊരു പുതിയ പ്രകോപനം കൂടി ഉണ്ടായിരിക്കുകയാണ്. സംജോത എക്സ്പ്രസിന്റെ സർവീസ് നിർത്തിവെച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ മറ്റൊരു തരത്തിൽ പ്രകോപനം ഉണ്ടാക്കിയിരിക്കുന്നത്. ലാഹോറിൽ നിന്നും ഡൽഹിക്ക് വരേണ്ടിയിരുന്ന സംജോത എക്സ്പ്രസ് ലാഹോർ സ്റ്റേഷനിൽ നിന്നും ഇതുവരെയും പുറപ്പെട്ടിട്ടില്ല. അവിടെ യാത്രക്കാരുമായി ഇപ്പോഴും ആ തീവണ്ടി തുടരുന്നു എന്ന് തന്നെയാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഇന്നലെ ഇന്ത്യയിൽ നിന്നും പോകേണ്ട സംജോത എക്സ്പ്രസ് ഒരുപക്ഷെ ഇന്ത്യൻ അധികൃതർ റദ്ദാക്കിയേക്കുമെന്ന വിവരങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഇന്ത്യ അത്ര കടുത്ത നടപടികളിലേക്ക് കടന്നിരുന്നില്ല. സിംല കരാറിന്റെ ഭാഗമായി സൗഹൃദ തീവണ്ടി എന്ന രീതിയിലാണ് ഈ സംജോത എക്സ്പ്രസ് ഓടിത്തുടങ്ങിയിരുന്നത്. നേരത്തെ പാർലമെന്റ് ആക്രമണം ഉണ്ടായ ഘട്ടത്തിലടക്കം ഇതിന്റെ സർവീസുകൾ നിർത്തിവെച്ചുകൊണ്ട് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും തീരുമാനമുണ്ടായിരുന്നു. ഇപ്പോൾ ഇന്ത്യ ഈ സർവീസ് നിർത്തിവെക്കുന്നില്ല എങ്കിൽ കൂടിയും സൗഹൃദ തീവണ്ടിയുടെ ഓട്ടം നിർത്തിവെച്ചുകൊണ്ട് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നാണ് വലിയ പ്രകോപനം ഉണ്ടാകുന്നത്. ആ കാര്യത്തിലുള്ള തീരുമാനം പാകിസ്ഥാനിലെ മാധ്യമങ്ങൾ തന്നെയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 27 യാത്രക്കാരുമായി തീവണ്ടി ഇപ്പോൾ ലാഹോറിൽ തുടരുന്നു എന്നുള്ളതാണ് പുറത്തുവരുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ. അതായത് പാകിസ്ഥാൻ ഏത് തരത്തിലുള്ള നീക്കങ്ങളാണ് നടത്തുന്നതെന്ന് ഈ ഒരു തീവണ്ടിയുടെ റദ്ദാക്കലിലൂടെ തന്നെ വ്യക്തമാണ്. സൗഹൃദ തീവണ്ടി എന്ന രീതിയിൽ ഇരു രാജ്യങ്ങളെയും ബന്ധിപ്പിച്ചിരുന്ന മറ്റൊരു കണ്ണിയാണ് പാകിസ്ഥാൻ ഇപ്പോൾ റദ്ദാക്കാനും നിലവിൽ അതിന്റെ സർവീസുകൾ പിൻവലിക്കാനുമുള്ള തീരുമാനത്തിലേക്ക് കടന്നിരിക്കുന്നത്. സ്വാഭാവികമായും അതിർത്തിയിലും ഇതേ തരത്തിലുള്ള പ്രകോപനങ്ങൾ തന്നെയാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും പ്രതീക്ഷിക്കപ്പെടുന്നത്. എങ്കിലും ഇന്ത്യയുടെ നീക്കങ്ങൾ ഏത് തരത്തിലാണ്? കേവലം നയതന്ത്ര തരത്തിലുള്ള ഇടപെടൽ മാത്രമായി അഭിനന്ദൻ എന്ന ഇന്ത്യൻ വിംഗ് കമാൻഡർ പാകിസ്ഥാന്റെ കസ്റ്റഡിയിലുള്ള സാഹചര്യത്തിൽ ഇന്ത്യയുടെ നീക്കങ്ങൾ ഒതുങ്ങുമോ അല്ല സൈനികമായ നീക്കങ്ങൾ ഉണ്ടാകുമോ എന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇന്നത്തെ ദിവസത്തിലും വളരെ നിർണായകമായി മാറുക.